സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇങ്ങനെ നമ്മള് ഹരിനാമ കീർത്തനത്തിലെ ശ്ലോകം 43 എടുക്കുന്നത്. ഡക്കാമൃദംഗതുടി താളങ്ങൾ പോലെയുടനോർക്കാമതിന്നിലയിൽ എന്നേടമോർത്തുമമ നിൽക്കുന്നതല്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമാം. ഈ ഡക്കാമൃദംഗത്തിന്റെ ഒക്കെ തുടി താളങ്ങളൊക്കെ പോകുന്ന ഒരുപാട് ശബ്ദങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇടക്ക, മൃദംഗം, അതുപോലെ തുടി, ഇങ്ങനെയൊക്കെയുള്ള താളങ്ങള് കേൾക്കുന്ന ആ ശബ്ദം കേൾക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാകുന്നു. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടതുപോലെ നമ്മൾ എന്താണ് ഈ ജീവശക്തി അല്ലെങ്കിൽ പ്രാണശക്തിയെ ഈ പറയുന്ന 3 നാഡികളിൽ കൂടെ ഉദ്ദീപിച്ച് കൊണ്ടുവന്ന് നമ്മൾ ആ സഹസ്രാരദള പത്മത്തിൽ എത്തിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ. അതാണ് ആട് പാമ്പേ പുനം തേട് പാമ്പേ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ആ പാട്ടിൽ പറയുന്നത്. ആ പുനം തേടുന്ന അവസ്ഥ അവിടെ എത്തുമ്പോൾ എന്താണ്, ഇതേപോലെയുള്ള ശബ്ദങ്ങളൊക്കെ യോഗശാസ്ത്ര പരമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ അതിനെ ഉപമിച്ചിരിക്കുകയാണ്, ഒരു ഒരു മതയിളകിയ ഒരു ആന നമ്മളൊരു കുറ്റിയെ തളച്ചിട്ടിരിക്കുകയാണ്. ആ ആന അത് അടുത്ത് ഭക്ഷണം കണ്ടപ്പോൾ എങ്ങനെ ആ ഭക്ഷണം എടുക്കാൻ ആർത്തിയോടുകൂടി അതിനെ സമീപിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു ആന ആ ഭക്ഷണത്തിനോട് ആർത്തി കാണിച്ച് കുറ്റി പൊട്ടിച്ച് പോകാൻ തുടങ്ങുന്ന അവസ്ഥയിലായിരിക്കും നമ്മളുടെ മനസ്സ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ. അപ്പോൾ എത്രമാത്രം ആനന്ദമാണ്, എത്രമാത്രം ആഹ്ലാദമാണ് ഈ ഒരു അവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മൾക്ക് ആനന്ദം ഉണ്ടാകും എന്നുള്ളത് ഇവിടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമ്മളോട് പറയുകയാണ്. അപ്പൊ എല്ലാവരും ആ ആനന്ദാവസ്ഥയിൽ എത്തണമെങ്കിൽ അത് ധ്യാനം ചെയ്യണം. അപ്പൊ നമ്മള് നാമം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരവസ്ഥ എത്തിച്ചേരുന്നതാണ്. പക്ഷെ അതൊരു എന്താണ്, ഒരു കുറച്ച് കഴിയും നാമം ജപിച്ച് നാമരുചി ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് ഗുരുവിൽ നിന്ന് നാമദീക്ഷ സ്വീകരിച്ച് ആ ഒരു ശരിക്കും ആ നാമരുചി, അതായത് അനർത്ഥങ്ങളെല്ലാം എല്ലാം കളഞ്ഞ്, ഇപ്പൊ നമ്മൾ അഷ്ടരാഗങ്ങളെല്ലാം കളഞ്ഞ് എന്ന് പറഞ്ഞ പോലെ അനർത്ഥങ്ങളെല്ലാം മാറി ശരിയായിട്ടുള്ള ശുദ്ധ ഹരിനാമം നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ നമുക്കും ഇതേപോലെ നാമരുചി ഉണ്ടായി കഴിഞ്ഞ് ഇതേപോലെ ഒരു ആനന്ദ സ്റ്റേജിൽ ഭക്തിയോഗ ചെയ്യുന്നവർക്കും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് മറ്റേ ശ്വാസപ്രക്രിയയിൽ കൂടെ ഇതെല്ലാം ചെയ്യുന്നവർക്കുണ്ടാകുന്ന അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. ഭക്തിയോഗ ചെയ്യുന്നവർക്കും ഇതുണ്ടാകും. നമുക്ക് ആ ഗോപികമാരുടെയൊക്കെ ആ ഒരു സ്റ്റേജ്, ആ പ്രേമഭക്തിയുടെ സ്റ്റേജിൽ എത്തിച്ചേരുമ്പോൾ അവസാനത്തെ സ്റ്റേജ്, 9ാമത്തെ സ്റ്റേജ് എത്തിച്ചേരുമ്പോൾ, പ്രേമം എന്നുള്ള സ്റ്റേജ് എത്തുമ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും കൃഷ്ണപ്രേമം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.